ഇരിങ്ങല്ലൂർ MG നഗറിലെ PK രാജുവിന്റെ ചെണ്ടുമല്ലി പൂക്കൃഷി അല്പം വ്യത്യസ്തമാണ്. മറ്റ് വിളകൾക്കിടയിലാണ് ഇവിടെ പൂക്കൃഷി നടത്തിയത്. ചെണ്ടുമല്ലിപ്പൂക്കൾ ഇടവിളയായി കൃഷി ചെയ്ത് പുതിയ ചരിത്രം കുറിക്കുകയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കൂടത്തുംപാറ സ്വദേശി PK രാജു. കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്ഥലമൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് ഈ പൂന്തോട്ടം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓണാവുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന പൂക്കളെ ആശ്രയിച്ചും കൊണ്ടാണ് ഓണം നമ്മളെ മലയാളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ മുറ്റത്തും ഇതൊക്കെ സാധ്യമാകുന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ പൂവ്. ഇവിടെ ഞങ്ങളെ ഈ വളപ്പിൽ 4 സെൻറ്റ് സ്ഥലത്ത് കുറച്ച് പച്ചക്കറികൾ ഞങ്ങൾക്കുണ്ട്. പയറ്, മത്തൻ, ചേന, വാഴ, പപ്പായ ഇത്തരം കൃഷികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വളർത്തിയ ഒരു സാധനമാണ് ഈ ജമന്തികൾ. വെള്ളന്നൂരിലെ ചന്ദ്രേട്ടൻ്റെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈകളാണിത്. നല്ല രീതിയിൽ ഇത്ര വലിയ മഴ പെയ്തിട്ട് പോലും വലിയ നഷ്ടങ്ങളൊന്നും കൂടാതെ മിക്കവാറും എല്ലാം നല്ല പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വർഷം വരും വർഷത്തിൽ നല്ല ഗംഭീരമായി നടത്താമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അത് വിജയിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡായ MG നഗറിൽ ഉദയ വായനശാലയ്ക്ക് സമീപമാണ് ഈ പച്ചക്കറി ചെണ്ടുമല്ലിത്തോട്ടം. കോഴിക്കോട് ബ്ലോക്ക് മെമ്പർ സനുജയും ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസലും ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. MG നഗറിലെ രാജേട്ടൻ ചേനകൃഷിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പൂക്കൃഷി ചെയ്തത്. സബ്സിഡി അല്ലാതെ കൃഷിഭവനിൽ നിന്നൊക്കെ വിത്ത് തൈ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു പൂക്കൃഷി ഈ ചേനകൃഷിന്റെ ഉള്ളിൽ ചെയ്തത്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മള് പൂവട്ടിയൊക്കെ കെട്ടിയിട്ട് തുമ്പപ്പൂവും കാക്കപ്പൂവും ഒക്കെ പറിച്ചിടുന്നതിന് ഇന്നിപ്പം പുറത്തുനിന്ന് പൂക്കൾ വാങ്ങിയിട്ടാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. വിളവെടുപ്പ് ആഘോഷമാക്കി. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പാവിളിൽ മോഹം പൊന്നിട്ടായി മാറ്റും പൂന്തണലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി.